വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ തിരുവചന വായനയുടെ 169 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 73 മുതൽ 75 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 19 അധ്യായം 19 വാക്യം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ എലീശായെ കണ്ടെത്തി. ഏലിയ പ്രവാചകന്റെ പിൻഗാമിയും ഒരു ധനിക കർഷകനായ സാഫാത്തിന്റെ മകനുമായിരുന്നു എലീശ. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം യോർദാനു കിഴക്ക് ആബേൽ മെഹോല ആയിരുന്നു. ബേത് ഷാനിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ആബേൽ മെഹോല. എലീശ എന്ന പേരിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നതാണ്. ഇസ്രായേലിൽ പ്രവാചക ശുശ്രൂഷ നിറവേറ്റിയിരുന്ന പ്രവാചകനായിരുന്നു എലീശ. അമാനുഷിക സിദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എലീശായെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ ജനതയുടെ നിലനിൽപ്പിലും അസ്തിത്വത്തിലും ശ്രേയസ്സിലും എലീശ പ്രവാചകൻ അതീവമായ ജാഗ്രത പുലർത്തിയിരുന്നു. എലീശ പ്രവാചകനെക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി, അതിശയ പ്രവൃത്തികൾ ചെയ്യുന്ന എലീശ. 2 രാജാക്കന്മാർ 2 മുതലുള്ള അധ്യായങ്ങളിൽ പ്രവാചകന്റെ വിവിധങ്ങളായ അതിശയ പ്രവൃത്തികളും അമാനുഷികമായ സിദ്ധിയും നമുക്ക് വെളിവാകുന്നു. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ ഏറിയ പങ്കും സൗഖ്യദായക ശുശ്രൂഷയായിരുന്നു. മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളും ആയിരുന്നു. എന്നാൽ എലീശ പ്രവാചകന്റെ അതിശയ പ്രവൃത്തികൾ പല തരത്തിലുള്ളവയാണ്. മലിന ജലം ശുദ്ധമാക്കുക, വിധവയുടെ കടം തീർക്കുവാൻ എണ്ണ വർദ്ധിപ്പിക്കുക, വിഷമയമായ ഭക്ഷണം ഭക്ഷ്യയോഗ്യമാക്കുക തുടങ്ങിയവയെല്ലാം സാധാരണ ജനങ്ങളെ അവരുടെ ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. ആപത്ത് സന്ധികളിലും ദുരിതങ്ങളിലും സാധാരണക്കാരുടെ രക്ഷകനായിട്ട് നമുക്ക് എലീശ പ്രവാചകനെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഓരോ അത്ഭുത പ്രവൃത്തികളിൽ നിന്നും നമുക്ക് ഓരോ ആത്മീയ പാഠങ്ങളും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, യഹോവയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ച വ്യക്തിയായിരുന്നു എലീശ. ബാൽ മത ആചാരങ്ങൾ അവസാനിപ്പിച്ച് യാഹ്വേ വിശ്വാസം സ്ഥിരപ്പെടുത്തുവാൻ പ്രവാചകൻ അതിയായി ശ്രമിച്ചിരുന്നു. തൻ്റെ അത്ഭുത പ്രവൃത്തികളും അതിനുവേണ്ടി തന്നെ ഉള്ളതായിരുന്നു. നയമാൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുന്നതിലൂടെ നയമാൻ്റെ വിശ്വാസം ഉറയ്ക്കുന്നതായിട്ട് 2 രാജാക്കന്മാർ 5 അധ്യായം 17 വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ സൗഖ്യം പ്രാപിച്ച നയമാൻ തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്: അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കുക ഇല്ല എന്ന ഉറച്ച ഒരു വിശ്വാസം എടുക്കുന്നതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ യേശു കർത്താവും നയമാൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ശത്രുവിൻ്റെ ആക്രമണത്തിൽ ഭയന്നു നിന്ന സേവകനോട് എലീശ പറഞ്ഞത് ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമല്ലോ. തുടർന്ന് യഹോവ ആ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. അങ്ങനെ അവന് ദൈവത്തിൻ്റെ ആ വലിയ സേനയെ കാണുവാനായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഇന്ന് എപ്രകാരമാണ്? ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം ഇന്ന് നമ്മിൽ ഉണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.